മുഖം കോട്ടുന്ന, മുഖം ചുളിക്കുന്ന, അഹങ്കാരത്തിന്റെ പ്രതീകമായ ഭാവഭേദങ്ങൾ മാത്രം പ്രകടമാക്കുന്ന ഒരു സ്വഭാവം മുസ്ലിമിനുണ്ടാകരുത് എന്നാണ് പരിശുദ്ധ ഖുർആൻ ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ നാലാമതായി ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ മകനോട് ഉപദേശിക്കുന്നത് എന്തറിയോ? നിന്റെ ശബ്ദം നീ കുറക്കണം. ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ. ചില ആളുകൾക്കുള്ള സ്വഭാവമാണ് എന്ത് സംസാരിക്കുന്നതിന് ഉറക്കെ അങ്ങോട്ട് ഉറക്കെ സംസാരിക്കുക. സാമാന്യമായിട്ട് നോർമലായി സംസാരിക്കുമ്പോഴും ആളുകൾ കേട്ടയായിരിക്കും ഇയാളെന്തോ കയർക്കാണ്, ഇയാളെന്തോ ചൂടാവുകയാണ് എന്ന് തോന്നുന്ന തരത്തിലുള്ള സംസാരിക്കുന്ന ആളുകളുണ്ട്. ആ സംസാരം ഒരു മുസ്ലിമിന് പാടുള്ളതല്ല. മുസ്ലിം ഭവ്യമായി, സൗമ്യമായി, ശാന്തമായി മാത്രം സംസാരിക്കണം എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. ഞാനാണ് പടച്ചോൻ എന്ന് പറയുന്ന ഫിറഔനിന്റെ മുന്നിൽ പോയിട്ട് മൂസാ നബിയോട് ആക്രോശം നടത്താനല്ല അള്ളാഹു പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞത്? വഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ. താഴ്മയുള്ള, എളിമയുള്ള, സൗമ്യമായ സംസാരങ്ങൾ കൊണ്ട് നിങ്ങൾ അവനുമായി സംവാദം നടത്തുക. ഒരുപക്ഷെ അവൻ മാറിയേക്കാം, അവൻ ഭയപ്പെട്ടേക്കാം. മനുഷ്യ മനസ്സുകളിൽ മാറ്റമുണ്ടാക്കാൻ കെൽപ്പുള്ള സംസാരം എന്ന് പറയുന്നത് സൗമ്യതയുള്ള സംസാരമാണ്, ശാന്തമായ സംസാരമാണ്. ആക്രോശങ്ങൾക്ക് മനുഷ്യ ഹൃദയങ്ങളിൽ വലിയ സ്ഥാനമുണ്ടാവുകയില്ല എന്നാണ് പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക.